പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ 7th ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസും ചാപ്റ്ററിൻ്റെ എല്ലാ പോർഷൻസും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താണ് 7th ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദർ സ്ലോപ്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്സ്. ഓൾസോ ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിൻറ്റ്സ് വേർ ദീസ് ലൈൻ കട്ട് ദി വൈ ആക്സിസ്. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? ഈ തന്നിരിക്കുന്ന 4 ഇക്വേഷൻസിൻ്റെയും ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഐഡൻറ്റിഫൈ ദർ സ്ലോപ്പ്, അതിൻ്റെ സ്ലോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം. വൈ ഇൻ്റർസെപ്റ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് വൈ ഇൻ്റർസെപ്റ്റ്സ് എന്ന് വെച്ചാൽ വൈ ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്കത് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ഇക്വേഷൻ്റെ ഫോം y = ax + b ആണ്. ഇതിൽ a ആണ് നമ്മൾ സ്ലോപ്പ് ആയിട്ട് എടുക്കുന്നത്, b ആണ് y ഇൻ്റർസെപ്റ്റ്സ് ആയിട്ട് എടുക്കുന്നത്. പിന്നെന്ത് കണ്ടുപിടിക്കണം? y ആക്സിസിൽ ലൈൻ കട്ട് ചെയ്യുന്നതിൻ്റെ കോർഡിനേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലാണ് വരേണ്ടത്? y = ax + b എന്നുള്ള ഫോമിലാണ് വരേണ്ടത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ മാത്രമേ ആ ഫോമിലുള്ളൂ. ബാക്കി ഇക്വേഷൻസ് എല്ലാം 2y = 5y = 3y = ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇതിനെയെല്ലാം നമ്മൾ എങ്ങനെയാക്കണം? y = എന്നാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പോയിൻറ്റ്സ് വേണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ y = -3x + 4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സിൻ്റെയും വൈയുടെയും പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എക്സിനും വൈക്കും പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈം ഫുള്ള് 0 ആയിപ്പോൾ y എന്തായിട്ട് വരും? y is 4. ഇനി ഇവിടെ ഞാൻ എക്സിന് 4 കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം കേട്ടോ. എക്സിന് 4 കൊടുക്കുന്നു. എക്സിന് 4 കൊടുക്കുമ്പോൾ ഇത് 4 × -3 -12 ആകും. -12 + 4 എന്ത് വരും? -8. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പോയിൻറ്റ്സ് എഴുതിയതിന് ശേഷം നമുക്ക് ഗ്രാഫ് വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് സെക്കൻഡ് വൺ, 2y = 4x + 7. ഇവിടെ നമുക്ക് y = ആണ് വേണ്ടത്. y = അപ്പോൾ എന്ത് വരും? 2നെ നമ്മൾ RHSലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 4x + 7/2. ഇവിടെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഇവിടെ എക്സിന് 0 കൊടുത്താൽ y എന്താവും? എക്സിന് ഇവിടെ നമ്മൾ 0 കൊടുത്താൽ 4x ഫുള്ള് 0 ആയി പോവും. ബാക്കി 7/2. 7/2 എന്താണ്? 3.5. ഇനി അടുത്തത് എക്സിന് ഞാൻ 2 എന്ന് കൊടുക്കുന്നു. എക്സിന് 2 കൊടുത്താൽ 4 2s are 8. 8 + 7 15. 15/2 is 7.5. അപ്പോൾ അടുത്ത ഇക്വേഷൻ്റെയും പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സ്ലോപ്പും y ഇൻ്റർസെപ്റ്റ്സും കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ 4x + 7/2 ആണല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അതായത് 4x/2 ദാറ്റ് ഈസ് 4ഉം 2ഉം കൂടെ കട്ടായിട്ട് 2x ആവും പ്ലസ് 7/2 ഇങ്ങനെ എഴുതുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് 2 ആൻഡ് y ഇൻ്റർസെപ്റ്റ് ഈസ് 7/2. ഇനി അടുത്ത തേർഡ് ഇക്വേഷൻ. തേർഡ് വൺ ഈസ് 5y = 6x - 10. ഇവിടെ y എന്ത് വരും? y RHSലേക്ക് പോകുമ്പോൾ 5 RHSലേക്ക് പോകുമ്പോൾ 6x - 10/5. വാല്യൂസ് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. എക്സിന് 0 കൊടുത്താൽ y എന്ത് വരും? ഈ ടൈം 0 ആയി പോവും. -10/5 ദാറ്റ് ഈസ് -2. ഇനി ഞാൻ എക്സിന് 5 കൊടുക്കുന്നു. എക്സിന് 5 കൊടുത്താൽ 6 5s are 30. 30 - 10 20. 20/5 ഈസ് 4. ഇനി അടുത്തത് ഇവിടെ ഞാൻ നമുക്ക് സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ എന്ത് വരും? 6/5x - 10/5 ഈസ് 2. നമുക്കിത് ഇങ്ങനെ കിട്ടി നമ്മുടെ ഇക്വേഷൻ. അടുത്ത നമ്മുടെ ഫോർത്ത് വൺ, 3y = 6x -
11. ഇതിൽ നിന്ന് y എന്ത് വരും? y ഈസ് ഈക്വൽ ടു 6x മൈനസ് 11 ഡിവൈഡഡ് ബൈ 3. ഇവിടെ നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. എക്സിന് 0 കൊടുത്താൽ y ഈസ് നെഗറ്റീവ് 11/3 വരും അല്ലേ. 11/3 ഈസ് 3.7 വരും. അപ്പോൾ നെഗറ്റീവ് 3.7. നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ 3.66 ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ വരും 3.66 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ 0.6 കഴിഞ്ഞിട്ട് 5-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ വരികയാണെങ്കിൽ നമുക്കിതിനെ 3.7 എന്ന് എഴുതാം കേട്ടോ. ഇനി അടുത്തത് ഞാൻ എക്സിന് 3 കൊടുക്കുന്നു. എക്സിന് 3 കൊടുക്കുമ്പോൾ 6 3s are 18. 18 മൈനസ് 11 ഈസ് 7 വരും. 7/3 ഈസ് 2.3 എന്ന് വരും. അപ്പോൾ നമ്മുടെ 4 ഇക്വേഷൻസിൻ്റെയും പോയിൻറ്റ്സുകൾ നമുക്ക് കിട്ടി. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ നമുക്ക് സ്ലോപ്പും ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. എന്ത് വരും? 6/3x. 6/3 ഈസ് 2. അപ്പോൾ നമുക്ക് 2x എന്ന് എഴുതാം അല്ലേ. 2x മൈനസ് 11/3. ഓക്കെ, ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഗ്രാഫ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്കെയിലും പെൻസിലും ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വരയ്ക്കുക കേട്ടോ. ഫസ്റ്റ് വൺ എക്സ് 0 ആകുമ്പോൾ y ഈസ് 4. അപ്പോൾ ഇവിടെ വരും y ആക്സിസിലാണ് നമ്മുടെ പോയിൻ്റ് വരിക. ഇതാ ഇവിടെ വരും. അടുത്തത് എക്സ് 4 ആകുമ്പോൾ y ഈസ് -8. അപ്പോൾ ഇതാ ഇവിടെ വരും. ഇനി നമ്മൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് ഏത് ഇക്വേഷൻ്റെ ഗ്രാഫാണ് നിങ്ങൾ വരയ്ക്കുന്നത് എന്നുള്ളത് ഇവിടെ എഴുതണം കേട്ടോ. y ഈസ് ഈക്വൽ ടു -3x + 4ൻ്റെ ഗ്രാഫാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചത്. ഇനി അടുത്തത് സെക്കൻഡ് ഇക്വേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. സെക്കൻഡ് ഇക്വേഷൻ എക്സ് 0 ആകുമ്പോൾ y ഈസ് 3.5. 3.5 എവിടെ വരും? 3ൻ്റെയും 4ൻ്റെയും സെൻറ്ററിലായിട്ട് വരും. ദാ ഇവിടെ വരും 3.5. ഇനി എന്താണ്? എക്സ് 2 ആകുമ്പോൾ y ഈസ് 7.5. 7.5 7ൻ്റെയും 8ൻ്റെയും കൂടെ കറക്റ്റ് മിഡിലായിട്ട് ഇതാ ഇവിടെ വരും. ഇനി ഈ ലൈനുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇത് ഇക്വേഷൻ 2y ഈസ് ഈക്വൽ ടു 4x + 7ൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ നമ്മൾ വരച്ചത്. ഇനി അടുത്തത് തേർഡ് വണ്ണിൽ എക്സ് 0 ആകുമ്പോൾ y ഈസ് -2. അപ്പോൾ ഇതാ നമ്മുടെ പോയിൻ്റ് ഇതാ ഇവിടെ വരും. അടുത്തത് എക്സ് 5 ആകുമ്പോൾ y ഈസ് 4. എക്സ് 5 ആകുമ്പോൾ y 4. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഇതാ ഇവിടെ വരും. ഇനി നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇത് ഇക്വേഷൻ 5y ഈസ് ഈക്വൽ ടു 6x മൈനസ് 10. ഇനി അടുത്തത് ഫോർത്ത് വണ്ണിൻ്റെ ഗ്രാഫ്. എക്സ് 0 ആകുമ്പോൾ y ഈസ് -3. അപ്പോൾ അതാ ഇവിടെയാണ് പോയിൻ്റ് വരുന്നത്. അടുത്തത് എക്സ് 3 ആകുമ്പോൾ y ഈസ് 2.3. 2.3 ആകുമ്പം 2 കഴിഞ്ഞിട്ട് 3 ലൈൻസ് കൂടെ വരും കേട്ടോ. ഇനി നമ്മൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഗ്രാഫ് നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. 4 ഇക്വേഷൻസിൻ്റെയും ഗ്രാഫുകൾ നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ഐഡൻറ്റിഫൈ ദെയർ സ്ലോപ്സ് ആൻഡ് y ഇൻ്റർസെപ്റ്റ്സ്. ഇതിൻ്റെ സ്ലോപ്പും y ഇൻ്റർസെപ്റ്റ്സും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഇക്വേഷൻ്റെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ്റെ സ്ലോപ്പ് ഇവിടെ എന്താ വരിക? -3 അല്ലേ. എ ആണ് സ്ലോപ്പായിട്ട് വരുന്നത്. അപ്പം -3. അടുത്തത് y ഇൻ്റർസെപ്റ്റ്സ് എന്ത് വരും? 4. എന്തും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിൻറ്റ്സ് വേർ ദീസ് ലൈൻസ് കട്ട് ദി y ആക്സിസ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കോർഡിനേറ്റും കൂടെ ഒന്ന് എഴുതണം. y ആക്സിസിൽ കട്ട് ചെയ്യുന്ന കോർഡിനേറ്റും കൂടെ എഴുതി പോകാം. കോർഡിനേറ്റ് എന്ത് വരും? y ഈസ് ഈക്വൽ ടു ഈ ബ്ലൂ ലൈനാണ് ഫസ്റ്റ് വണ്ണിൻ്റെത്. എന്ത് വരും? ദാ ഇവിടെ y ആക്സിസിൽ 4ലാണ് കട്ട് ചെയ്യുന്നത്. സോ എക്സ് ഈസ് 0,4. ഫസ്റ്റ് വണ്ണിൻ്റെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡ് വണ്ണിൽ സ്ലോപ്പ് എന്താ വരുന്നത്? ഇവിടെ സ്ലോപ്പ് എ ആണ് വരുന്നത്. അപ്പോൾ 2 വരും. അടുത്തത് y ഇൻ്റർസെപ്റ്റ് എന്ത് വരും? ഞാൻ ഫുൾ എഴുതുന്നില്ല കേട്ടോ. എന്ത് വരും? 7/2. ഇനി കോർഡിനേറ്റ് എന്ത് വരും? കോർഡിനേറ്റ് സെക്കൻഡ് വണ്ണിൻ്റെ റെഡ് ലൈനാണ്. 2y ഈസ് ഈക്വൽ ടു 4x + 7. അത് ഇവിടെയാണ്.
എത്രയാണ് 0,3.5 0,3.5 അല്ലെങ്കിൽ 0,7/2 എന്ന് എഴുതാം കേട്ടോ. 0,7/2 നമ്മുടെ ഇക്വേഷനിൽ 7/2 ആണ്, അതുകൊണ്ട് നമുക്ക് 7/2 എഴുതാം. ഇനി അടുത്തത് തേർഡ് വണ്ണിൽ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 6/5 ആണ് ഇവിടുത്തെ സ്ലോപ്പ്. എ ഈസ് 6/5. അടുത്തത് y ഇൻ്റർസെപ്റ്റ് എന്ത് വരും? y ഇൻ്റർസെപ്റ്റ് അത് b ആണ്, ദാറ്റ് ഈസ് -2. ഇനി നമുക്ക് കോർഡിനേറ്റ് വേണം. കോർഡിനേറ്റ് എന്ന് പറയുന്നത് തേർഡ് ഇക്വേഷൻ, ദ ഗ്രീൻ ലൈനാണ്. y ആക്സിസിൽ കട്ട് ചെയ്യുന്നത് -2ലാണ്. സോ x ഈസ് ഈക്വൽ ടു 0 ആൻഡ് y ഈസ് ഈക്വൽ ടു -2. ഇനി ഫോർത്ത് വണ്ണിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, സ്ലോപ്പ് എന്ത് വരും? a2 വരും. y ഇൻ്റർസെപ്റ്റ് എന്ത് വരും? -11/3. അടുത്തത് കോർഡിനേറ്റ് എന്തായിരിക്കും? കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു ഏത് ലൈനാണ്? 3y ലൈൻ. ഈ ലൈൻ വരും, പിങ്ക് ലൈനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ -3യിലാണ് വരുന്നത് അല്ലേ? അവിടെ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ലൈൻ വരച്ചതിൽ അത് ഞാനൊന്നുകൂടെ, ഇത് 0യും ഫോർത്ത് വണ്ണിൻ്റെത് 0യും -3.7 അപ്പോൾ ഇവിടെയാണ് പോയിൻ്റ് വരുന്നത് കേട്ടോ. ഞാൻ 3 ഇട്ടായിരുന്നു ആദ്യം എടുത്തത്. അടുത്തത് 3യും 2.3യും വരുമ്പോൾ ഇവിടെ വരും കേട്ടോ. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോയിൻറ്റ്സ് നിങ്ങൾ നോക്കി ചെയ്യുക കേട്ടോ. ഒത്തിരി എണ്ണത്തിൻ്റെ ആകുമ്പോൾ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ വരിക. ഓക്കെ, കോർഡിനേറ്റ് എന്താ വരിക? കോർഡിനേറ്റ് വരുന്നത് 0യും -11/3യും 0യും -11/3യുമാണ് കോർഡിനേറ്റ്സ് വരിക. -3.7 ആയിരുന്നു, അതിനെ നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുന്നത് കേട്ടോ. -11/3 -11/3 ചെയ്തപ്പോഴാണ് നമുക്ക് -3.7 കിട്ടിയത് കേട്ടോ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എവിടെയെങ്കിലും ചെറിയൊരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനിലെ എ ആയിരിക്കും, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും സ്ലോപ്പ് എ എന്ന് പറയുന്നത്. y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബി ആയിരിക്കും, അടുത്ത വരുന്ന ടേം ആയിരിക്കും കേട്ടോ. ax + bയിൽ ബി ആണ് y ഇൻ്റർസെപ്റ്റ്. അത് y ആക്സിസിനെ എവിടെ കട്ട് ചെയ്യുന്നു എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് അതാണ്. ഇനി അടുത്ത എന്താ? ആർ എനി ഓഫ് ദീസ് ലൈൻസ് പാരലൽ. ഇതിലേതെങ്കിലും ലൈൻസ് പാരലൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഈ രണ്ട് റെഡും പിങ്കും ലൈൻസ് പാരലൽ ആണല്ലേ. റെഡ് ലൈൻ സെക്കൻഡ് വണ്ണാണ്, പിങ്ക് വൺ ഫോർത്ത് വണ്ണാണ്. അപ്പം സെക്കൻഡും ഫോർത്തും ലൈൻസ് എന്താണ്? പാരലലാണ്. കാരണം എന്താണ്? രണ്ടിനും സെയിം സ്ലോപ്പാണ്. നോക്കിയേ, സെക്കൻഡ് വണ്ണിൻ്റെ സ്ലോപ്പ് 2 ആണ്, ഫോർത്ത് വണ്ണിൻ്റെ സ്ലോപ്പും 2 ആണ്. അപ്പോൾ സ്ലോപ്പ് സെയിം ആണെങ്കിൽ ലൈൻസ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ദെയർഫോർ ലൈൻസ് 2 and 4 ആർ പാരലൽ. ഓക്കെ, അങ്ങനെയും കൂടെ നിങ്ങൾ ആൻസർ എഴുതിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ 7th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.